ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ ഈ അഫിഡവിറ്റുകൾ ശേഖരിക്കുന്നതിൻ്റെ ദിവസമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു പ്രത്യേക ട്രെയിൻ സർവീസ് തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ചില ആൾക്കാർ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡൊക്കെ ഉള്ള ആൾക്കാർ പിന്നെ ഫിജീഷിനെയാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ള ഒരു വാട്സപ്പൊക്കെ കണ്ടു. അതുപോലെ തന്നെ തൃശ്ശൂർ, പരപ്പനങ്ങാടി, ചമ്മാട്, മമ്പുറം, തിരൂരങ്ങാടി, കക്കാട് എന്നീ സ്ഥലങ്ങളിലുള്ളവർ പ്രത്യേകം അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ സ്ഥലം പറയുന്നുണ്ട്. തൃശ്ശൂർ, പരപ്പനങ്ങാടി, തിരൂർ, പരപ്പനങ്ങാടി, പമ്പ്, ചെമ്മാട്, മമ്പുറം, ദർശന ടെക്സ്റ്റൈൽസിൻ്റെ അടുത്ത്, കക്കാട് ബസ് സ്റ്റോപ്പിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വളരെ സജീവമായിട്ട് ഈ ഒരു അഫിഡവിറ്റ്, ഒരു കടലാസ് ശേഖരിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതിൽ അവസാനത്തെ കാര്യങ്ങളൊക്കെയാണ് വളരെ കോമഡി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവർ പറയാണ്, ഇനി ഈ കേസ് നടത്തേണ്ടതില്ല, നമുക്ക് പരാതിയൊന്നുമില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് പരാതി ഉണ്ടായിരുന്നു, പോലീസ് സ്വമേധയാ കേസെടുത്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. കോടതി പറഞ്ഞിട്ട് കോടതി ഈ ഒരു പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞ് ചേർപ്പ് പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നും റിപ്പോർട്ട് നൽകണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസുകളാണ് ഇതിൻ്റെ 1070 എന്ന് പറയുന്ന കേസ്. അപ്പോൾ അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് ഇത് ബഡ്സിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് പറഞ്ഞിട്ട് കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് കോടതി അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവിടെയും ഇവർ കോടതിയിൽ നമ്മുടെ അശ്വിൻ വക്കീലൊക്കെ പറഞ്ഞത് ഒരു അന്വേഷണവും നടത്താതെയാണ് നമ്മുടെ കമ്പനി പൂട്ടിക്കെട്ടിയത് എന്നാണ്. അപ്പോൾ നമ്മുടെ ശ്രീജിത്താണോ രഞ്ജിത്താണോ അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ PP പറഞ്ഞത് അങ്ങനെയല്ല, അന്വേഷണം നടത്തിയിട്ടുണ്ട്, കോടതിയുടെ നിർദ്ദേശമുണ്ട്, എങ്ങനെയാണ് ഈ കമ്പനി പൂട്ടിയത് എന്നൊക്കെയാണ് പറഞ്ഞത്. അതോടുകൂടി ആ ഒരു റിട്ട് പെറ്റീഷൻ കോഞ്ഞാട്ടിയാകുമായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ എന്നിട്ടും ഇവർ പറയാണ് നമുക്കൊന്നും നഷ്ടം സംഭവിച്ചിട്ടില്ല. ഇവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവരുടെ ട്രീയും കൂടി കൊടുക്കണം. ഇടത്തും വലത്തും ഒക്കെ ആൾക്കാരെ ചേർത്തിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ 18 ലെവലിൽ കണ്ണികളെ ചേർത്തിട്ട് അവരുടെയൊക്കെ പൈസ അടിച്ചു മാറ്റിയിട്ട് ഈ 10,000-ൻ്റെ ഡിജിറ്റൽ ID അടിച്ചവൻ 1 കോടിയൊക്കെ ബാങ്കിലേക്ക് വന്നത് എങ്ങനെയാണ്? സാധനം വാങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഓൺലൈൻ ഷോപ്പിംഗ് പറയുന്നു, ഓൺലൈൻ ഓർഡർ കൊടുക്കുന്നു, സാധനം വാങ്ങുന്നു, ഖതം. പക്ഷേങ്കിൽ ഇവരുടെ ഇതങ്ങനെയല്ല. അതാണ് ദേവൻ രാമേന്ദ്രൻ അന്ന് പറഞ്ഞിരുന്നത്. എനിക്കൊരു വാഷിംഗ് മെഷീൻ വേണം, ഞാൻ ഓർഡർ കൊടുക്കുന്നു, എനിക്ക് ഡെലിവറി ചെയ്യുന്നു, ഞാൻ പൈസ കൊടുക്കുന്നു, ഖതം. പിന്നെ എവിടെയാണ് സെറ്റിൽമെൻറ്റ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പിന്നെ എങ്ങനെയാണ് ഈ വാങ്ങിയവർക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുക? അപ്പോൾ അത് ചോദിച്ചുകൊണ്ട് എന്നാൽ പിന്നെ നിന്റെ ബിസിനസ് മോഡൽ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് പിന്നെ ആ കോടതിയിൽ കണ്ടിട്ടില്ല എന്നാണ് വേറെ കാര്യം. അപ്പോൾ ഇത് ഒരു സത്യമാണെങ്കിൽ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെങ്കിൽ ഇതൊരു നല്ല മാതൃകയാണ്. എല്ലാ കള്ളന്മാരും, ഇപ്പം കഞ്ചാവ് വിൽപ്പനക്കാരും സ്വർണ്ണക്കടത്ത് നടത്തുന്നവരും ഒക്കെ ഇത്തരത്തിലുള്ള അഫിഡവിറ്റുകൾ കൊണ്ട് നടക്കാവുന്നതാണ്. സ്വർണം കള്ളക്കടത്ത് നടത്തുമ്പോൾ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇത് തന്നുവിട്ടവനും പരാതിയില്ല, ഇത് വാങ്ങുന്നവനും പരാതിയില്ല, പിന്നെ നിനക്കെന്തിനാണോ പരാതി എന്ന് പറഞ്ഞിട്ട് അവർ ഈ ക്ലാസ് കാണിക്കും. ഈ വിമാനത്താവളത്തിൽ നിന്നൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഗൾഫിൽ നിന്ന് അയച്ച ആൾക്കും പരാതിയില്ല, ഇത് കൊടുക്കേണ്ട ആൾക്കും പരാതിയില്ല, പിന്നെ എന്താണ് ഇതിന് നമുക്ക് ചെറിയ ലാഭം കിട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവർ പറയും. ഇത് നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കഷ്ടമായിരിക്കുമെന്ന് പോലീസ് അല്ലെങ്കിൽ ഈ കസ്റ്റംസൊക്കെ ഇത് പിടിച്ചു കഴിഞ്ഞാൽ, സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് കഞ്ചാവ് വിൽപ്പനക്കാരുടെയും കാര്യം. കഞ്ചാവ് വിൽക്കുന്നവനും പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നമെന്ന് കോടതിയോടും പോലീസിനോടും ഒക്കെ ചോദിക്കുന്ന അവസ്ഥയുണ്ടാവും. പിന്നെ ഇതിപ്പം അനാശാസ കേന്ദ്രം നടത്തുന്നവർ പറയും ഇത് കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്കാണോ പ്രശ്നമെന്ന് അവരും ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ. അല്ലെങ്കിൽ കള്ളനോട്ട് അടിച്ചവർക്കും പ്രശ്നമില്ല, ഇതൊക്കെ വിതരണം ചെയ്യുന്നവർക്കും പ്രശ്നമില്ല, പിന്നെ ഇത് സർക്കാരിനാണോ പ്രശ്നം? സർക്കാരിന് നമ്മൾ തരുന്നില്ലല്ലോ എന്ന് പറയും.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഈ മണ്ടന്മാരുടെ, ഈ വിഡ്ഢികളുടെ തലയിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചോദിക്കും, നീ മാത്രമാണോ ബുദ്ധിമാൻ, നമ്മളൊക്കെ പൊട്ടന്മാരാണോ എന്ന്. നിങ്ങളൊക്കെ പൊട്ടന്മാരും വിഡ്ഢികളും ആയതുകൊണ്ടാണ് ഇതൊരു പൊടി പിടിച്ച ആള് കയറാത്ത ഓൺലൈൻ ഷോപ്പിൽ അല്ലെങ്കിൽ ഹൈറിച്ചിൻ്റെ ഒരു ബോർഡ് വെച്ച ഒരു ഷോപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇതിൽ നിന്നാണ് നമുക്ക് കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്നത് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന നിന്നെ പോലെയുള്ള ആൾക്കാരെ വിഡ്ഢികളെല്ലാം എന്നല്ലാതെ വേറെ എന്ത് വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ സാധിക്കും? അപ്പോൾ ഇപ്പോഴും അതൊന്നുമല്ല, അല്ലെങ്കിൽ ഈ ഷോപ്പിൽ നിന്നല്ല പൈസ കിട്ടുന്നത്, നമ്മൾ ചേർക്കുന്ന ആൾക്കാരുടെ പൈസ തന്നെയാണ്, നമ്മുടെ താഴെ ചേർന്നവരുടെ പൈസ തന്നെയാണ് എന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരെ വിഡ്ഢികൾ എന്നല്ലാതെ വേറെ എന്ത് വിളിക്കാൻ പറ്റും? അപ്പോൾ എന്ത് പറയണം? ഇത് തന്നെ പറയാനുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ കൂടെ ആ ഒരു അഫിഡവിറ്റിൻ്റെ കൂടെ ഒന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്ലിക്കാവുമായിരുന്നു. ആ മറ്റേ വേർഡില്ലേ, ഹൈറിച്ച് അന്നമാണ്, അന്നമ്മയാണ് എന്നൊക്കെയുള്ള ആ ഒരു വാക്കും കൂടി അതിൽ എഴുതി ചേർക്കണമായിരുന്നു. എന്നാലേ കുറച്ചൊരു ഒരു 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 ടച്ചിങ്, ആ ഒരു സംഭവം ഒരു ശരിക്കും അത് മനസ്സിലാവുള്ളൂ. ഇത് അന്നമാണെന്നും നമ്മൾ 800 രൂപയുടെ പുതപ്പ് വാങ്ങിയിട്ട് നമ്മളെ മെൽബിൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് 5 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, എനിക്കിപ്പോൾ 2 നില വീടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയണം. എനിക്കിപ്പോൾ ഞാൻ പണ്ട് സ്പ്രേ പെയിൻറ്റ് പണിക്കാരനായിരുന്നു, ഇന്ന് എനിക്ക് 3 കോടിയുടെ വീടുണ്ട്, കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ വീട് എൻ്റെയാണ്, അല്ല കണ്ണൂർ ജില്ലയിൽ എന്ന് പറയണ്ട, കണ്ണപുരത്തെ ഏറ്റവും വലിയ വീട് എൻ്റേതാണ് എന്നൊക്കെയുള്ള ആ ഒരു വേർഡിങ് ഒക്കെ വെക്കണം. എന്നാൽ മാത്രമേ കോടതി ഇതിനൊക്കെ ഒരു വില കൽപ്പിക്കുകയുള്ളൂ. അല്ലാതെ ഇത് വെറും ഒരു വെള്ള കടലാസിൽ അതിൻ്റെ ഒപ്പം ഒരു ആധാർ കാർഡും പിൻ ചെയ്തിട്ട് ഇവരൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ഈ കോടതി, ഈ വക്കീൽ ഇതൊക്കെ കൊടുക്കുന്നതാണ് വിചാരിക്കുന്നത്? അത്രമാത്രം മണ്ണാണ് ഇവരുടെ വക്കീൽ. അവർക്കൊക്കെ അറിയാം ഇത് തട്ടിപ്പാണ് എന്ന്. അതുകൊണ്ടാണല്ലോ ഇവർ പറയുന്നത് ഒരു അക്കൗണ്ട് അൺഫ്രീസ് ചെയ്ത് തരൂ, ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ അൺഫ്രീസ് ചെയ്ത് തരൂ എന്ന് പറയുന്നത്. വക്കീലിന് കൊടുക്കാൻ പൈസ ഇല്ല എന്ന് അടക്കം പറഞ്ഞിട്ട് ഇവർ കോടതിയിൽ വാദിച്ചത് നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ടാണ് നമുക്ക് അൺഫ്രീസ് ചെയ്യേണ്ടത്, കോടതി ബഡ്സ് കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ഈ വിഡ്ഢികളുടെ ഒരുപാട് കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ അതിലെ ചില കമൻറ്റുകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാവുന്നതാണ്. ഒരുപാട് കമൻറ്റുകളുണ്ട്, നീ മാത്രമാണോ ബുദ്ധിമാൻ, നമ്മളൊക്കെ വിഡ്ഢികളാണോ എന്നൊക്കെയുള്ളതായിരുന്നു. അതാണ് കുറേ കൂടുതൽ അത്തരത്തിലുള്ള കമൻറ്റുകളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തൃശ്ശൂർ പോയിട്ട് ഇവരുടെ കോടതി നടപടികളൊക്കെ എത്രമാത്രം നാണം കെടുന്നത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. കോടതി 5-ാം തീയതി തൃശ്ശൂർ പോയിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ.